എല്ലാവർക്കും നമസ്കാരം. ജയിലിലെ തടവുകാരുടെ വേതനം കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. ഇത് എങ്ങനെ നമ്മുടെ സാമൂഹ്യ അവസ്ഥയെ ബാധിക്കും? ഇപ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സാലറി ഉയർത്തിയതിനെ കുറിച്ച്. അതായത് ചിലരൊക്കെ ജയിലിൽ പോകാൻ പ്ലാൻ ഇടുന്നു, അല്ല ഒരുപാട് ട്രോളുകൾ ഈ ഒരു വാർത്തയോടനുബന്ധിച്ചുണ്ടാകുന്നു. ആദ്യം നമുക്ക് വാർത്ത എന്താണെന്ന് നോക്കാം. അതായത് സ്കിൽഡ് ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് 620 രൂപയാണ് പുതുക്കിയ വേതനം. അതായത് ജയിലിലെ വലിയ വലിയ ജോലികൾ ചെയ്യുന്ന തടവുകാർ, അല്ലെങ്കിൽ പാറ പൊട്ടിക്കാൻ പോകുന്നവർ, അല്ലെങ്കിൽ അവിടുത്തെ അത്യാവശ്യം പാടുള്ള ജോലികൾ ചെയ്യുന്നവർക്കാണ് ഈ 620 രൂപ വേതനം നൽകുന്നത്. പിന്നെ സെമി സ്കിൽഡ് ജോലി, ചെറിയ ചെറിയ ജോലി, അതായത് തോട്ടക്കാരൻ അല്ലെങ്കിൽ കുഞ്ഞു ചായ കൊടുക്കുക, അങ്ങനത്തെ കുഞ്ഞു ജോലികൾ ചെയ്യുന്ന ആൾക്ക് ഒരു ദിവസം 560 രൂപയും പിന്നെ അൺസ്കിൽഡ് ജോലി ചെയ്യുന്നവർക്ക് 530 രൂപയുമാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. 2018 അവസാനമായി ഈ തടവ് പുള്ളികളുടെ വേതനം വർദ്ധിപ്പിച്ചത്. നേരത്തെ അൺസ്കിൽഡ് ജോലി ചെയ്യുന്നവർക്ക് 63 രൂപയായിരുന്നു കൂലി. ഇത് 530 രൂപയായിട്ടാണ് ഉയർത്തിയത്. 127 രൂപ വേതനമുള്ളത് 560 രൂപയും 152 രൂപ വേതനമുള്ളത് 620 രൂപയും ആയിട്ടാണ് ഉയർത്തിയത്. ഈ ശിക്ഷാ തടവുകാർക്കാണ് വലിയ കൂലിയുള്ള വേതനം ഇപ്പോൾ ആക്കിയിരിക്കുന്നത്. അതായത് 4 സെൻട്രൽ ജയിലിലുള്ള തടവുകാർക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കും. തിരുവനന്തപുരത്തെ പൂജപ്പുര, തൃശ്ശൂരിലെ വിയൂർ, കണ്ണൂർ, മലപ്പുറത്തെ തവനൂർ സെൻട്രൽ ജയിലുകളിലുള്ളവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ഇത്തരത്തിലുള്ള 3000-ലധികം ജയിൽ പുള്ളികൾക്കാണ് ഈ വേതനം ലഭിക്കുക. അതായത് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ജയിലിലെ അന്തേവാസികളെ സ്വയം പര്യാപ്തരാക്കുക, അവരുടെ ബന്ധുക്കൾക്ക് നല്ലൊരു ജീവിതം ലഭിക്കുക എന്നതാണ്. അതായത് ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഒരാൾ ജയിലിലാവുകയാണെങ്കിൽ പുറത്തുള്ള ആളുകൾ ഒരുപാട് കഷ്ടപ്പെടും. ചിലപ്പോൾ അവിടുത്തെ കുടുംബനാഥനാവാം ഈ ജയിലിലാകുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കുടുംബം അനാഥമായേക്കാം. ആ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിയുടെ വേതനം ആ ഒരു കുടുംബത്തിന് ഗുണങ്ങളാണ് ഉണ്ടാക്കുക. മാത്രമല്ല കർണാടക, ജാർഖണ്ഡ്, തമിഴ്നാട്, ഡൽഹി എന്നീ മറ്റ് സംസ്ഥാനങ്ങളിലെ വേതനവുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ അന്തേവാസികൾക്ക് നിലവിൽ വരുന്ന വേതനം വളരെ കുറവാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ നമുക്കിപ്പോൾ ഡൽഹിയിലെ തീഹാർ ജയിലിൽ കിടക്കുന്നവർക്ക്, അതായത് ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്ത് അകത്തായവർക്ക് വേതനമുണ്ട്, ജോലിയുണ്ട്. അപ്പോൾ ചില ബ്ലോക്കുകളിലൊക്കെ അവർക്ക് ഫ്രീ ആയിട്ട് നടക്കുകയും ചെയ്യാം, അന്തേവാസികളുമായിട്ട് അല്ലെ മറ്റുള്ള പുറത്തുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യാം. ചെറിയ കുറ്റങ്ങൾ ചെയ്ത ആൾക്കാർക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക. പക്ഷേ കുറ്റം ചെയ്തിട്ടാണ് ഒരാൾ ജയിലിൽ പോകുന്നത്. അപ്പോൾ കുറ്റം ചെയ്തിട്ട് പോകുന്ന ഒരാളെ നന്നാക്കാനാണ് യഥാർത്ഥത്തിൽ ജയിലെന്ന് കരുതുന്നത്, അതായത് നന്നാക്കാൻ സെൻറ്റർ എന്നാണ് ഈ ജയിൽ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ജയിലിൽ പോകുന്ന ആളെ നന്നാക്കി സമൂഹത്തിലേക്ക് പറഞ്ഞു വിടുക. ഇപ്പോൾ കുറ്റം ചെയ്ത ആളെ അവൻ്റെ മനസ്സ് മാറ്റി വീണ്ടും നല്ലൊരു വ്യക്തിയാക്കി പുറത്തു വിടുക, അതാണ് ഈ ജയിലിലെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഈ ഒരു വേതനം ഉയർത്തിയത്. പക്ഷേ ഇതുകൊണ്ട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്നുള്ള വൈറ്റ് കോളർ ജോലിക്ക് സാലറി അല്ലെ വേതനം വളരെ കുറവാണ്. 500, 400, 300, 5000-നൊക്കെ മാസം ജോലി ചെയ്യുന്നവരുണ്ട്, 10,000-ന് ജോലി ചെയ്യുന്നവരുണ്ട്, ചെറിയ ചെറിയ കൂലിക്ക് ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇവർക്കൊന്നും വേതനം കൂട്ടാതെ അല്ലെങ്കിൽ മിനിമം വേതനം കൊണ്ടുവരാതെ ഈ ജയിൽ പുള്ളികൾക്ക് എന്താണ് ഇത്രയും വലിയൊരു വേതനം കൊണ്ടുവന്നത്? ശരിയാണ്, അവർ പറയുന്നുണ്ട് തടവ് പുള്ളികളുടെ കുടുംബത്തിന് വേണ്ട ഉന്നമനത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഈ ഒരു തടവ് പുള്ളി മൂലം അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്തിട്ടാണ് ജയിലിൽ വരുന്നതെങ്കിൽ ഒരു 5 ലക്ഷം 10 ലക്ഷം രൂപ ഇരയ്ക്ക് കൊടുക്കണമെന്ന് ഒരു വിധി വന്നാൽ അത് ഇയാളിലേക്ക് കൊടുക്കാനില്ലെങ്കിൽ 30-40% ആ വ്യക്തിയുടെ സാലറിയിൽ നിന്നും കട്ട് ചെയ്ത് ഇരയ്ക്ക് കൊടുക്കുമെന്നാണ് ഈ ഒരു നിയമത്തിൽ പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ നന്നാക്കാൻ പോകുന്ന ഉദ്ദേശം ഒരിക്കലും നടപ്പാകില്ല. കാര്യം ഒരാൾ ജയിലിൽ പോകുന്നത് കുറ്റകൃത്യം ചെയ്തിട്ടാണ്. ഈ പല കുറ്റവാളികളും ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു. ഒരു കുറ്റവാളി അല്ലെങ്കിൽ ഒരു കുറ്റവാളികൾക്ക് ഒരു 90, 80, 70% ആൾക്കാരും വീണ്ടും കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുകയാണ് പതിവ്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വേതന വർധനവ് ഒരു തെറ്റായ തീരുമാനം തന്നെയാണ്. ഈ ഒരു വേതന വർധനവ് മൂലം ഒരുപാട് പേർ കുറ്റം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. കാര്യം പുറത്ത് ശമ്പളം വളരെ കുറവാണ്. അപ്പോൾ നല്ലൊരു പഠിച്ചൊരു വ്യക്തിക്ക് ആകെ കിട്ടുന്നത് 10, 15, 20 രൂപ. എന്നാൽ ജയിലിൽ ഒരാൾക്ക് 500 മുതൽ 600 രൂപ വരെ കിട്ടുന്നു. അപ്പോൾ മാസം അയാൾക്കൊരു 25,000 അല്ലെങ്കിൽ 30-35 രൂപ വരെ ശമ്പളം. പിന്നെ ജയിലാണ്, എന്നിരുന്നാലും സൗജന്യ അക്കോമഡേഷൻ. അവർക്ക് റൂമിന് ഒരു വാടകയൊന്നും കൊടുക്കണ്ട.
മറ്റൊന്നാണ് കറണ്ട്, വൈദ്യുതി ബില്ല് അടയ്ക്കണ്ട. ഇപ്പോൾ നമ്മൾ ഇൻഫോസിസ് ജോലി ചെയ്യണം, അവിടെ 40-50 ആയിരിക്കും സാലറി. ഈ 40-50 തന്നെ നമുക്ക് റൂം റെൻറ്റ് കൊടുക്കണം, അതിൻ്റെ കൂടെ തന്നെ കറണ്ടിൻ്റെ ബില്ല് കൊടുക്കണം, വാട്ടർ ബില്ല് കൊടുക്കണം, പിന്നെ ഭക്ഷണത്തിന് ചിലവ്. ഇതെല്ലാം ഇപ്പോൾ ജയിൽ ഫ്രീ ആണ്. ഈ ഒരു വേതന വർധനവ് മൂലം ഇരയ്ക്കെവിടെയാണ് നീതി ലഭിക്കുന്നത്? ഇപ്പോൾ തന്നെ പല ട്രോളുകൾ കണ്ടതാണ്. കൊന്നിട്ട് ജയിലിൽ പോകുന്നു, ഇത്ര സാലറി ഇല്ലേ, ട്രോളുകളാണ്. ആരും അങ്ങനെ പോകില്ല. എത്രയൊക്കെയെന്ന് പറഞ്ഞാൽ ജയിലൊരു തടവറ തന്നെയാണ്. എന്നിരുന്നാലും ഇതൊരു തെറ്റായ കീഴ്വഴക്കം നമ്മുടെ നാട്ടിലുണ്ടാക്കും.